என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு சொல்ல ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മൾ വന്നിട്ട് 1 മിനിന്റെ 3 വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു 3-3.5 വർഷമായിട്ട്. എനിക്ക് തോന്നുന്നു 3.5 വർഷം ഒക്കെ നമ്മൾ ഈ ബെറ്റിംഗ് ക്യാമ്പയിനെ കുറിച്ചിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിൽ നമ്മളൊരു 3 വീഡിയോ ആണ് ഇതൊരു 1 മിനിറ്റ് ചെയ്തത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 10-20,000 വ്യൂസ് ഒക്കെ 20K വ്യൂസ് ഒക്കെ എത്തിയൊരു വീഡിയോ വന്നിട്ട് അവര് വന്നിട്ട് ബാൻ ചെയ്തു. അപ്പോ അതിൽ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ചെയ്തതായിരുന്നു. അത് പോയി. അതിനുശേഷം ഞാൻ 2 വീഡിയോസ് അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഒരു വിഡ്രോവലിന്റെ പിന്നെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ പോലെ ചെയ്തിരുന്നു. അപ്പോ ആ ഫസ്റ്റത്തെ വീഡിയോ പോയതിനു ശേഷം ഇപ്പോഴത്തെ ആ 2 വീഡിയോസിൽ വന്നിട്ട് കോമൺ ആയിട്ട് എനിക്ക് വരുന്ന ഒരു കാര്യമാണ്, ബ്രോ എന്റെ ഫണ്ട് IMPS എങ്ങനെയാണ്, ഫണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യണം. ഞാൻ വിഡ്രോവലിന്റെ വീഡിയോയില് ഫുൾ സാധനം കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. അപ്പോ ഞാൻ കുറച്ച് കമന്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ തമ്പനയിൽ കൊടുക്കും. അപ്പൊ അതിന്റെ വേണമെങ്കിൽ കൂടെ കാണിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുറെ വരുന്നുണ്ട്. എനിക്ക് വരുന്ന മിക്ക കമന്റ്സിലും ഇതാണ്. പിന്നെ എനിക്ക് കുറെ ഹിന്ദി കമന്റ്സ് വരും. ഈ ഹിന്ദി കമന്റ്സ് ചെയ്യുന്നത് വേറെ ആരുമില്ല, ഈ 1 മിനിറ്റ് ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ബംഗാളികളാണ് ഇരുന്നിട്ട് ഈ പരിപാടി നമ്മുടെ വീഡിയോ കണ്ട് കമന്റ് അടിക്കുന്നതല്ല. ഇത് ഇവര് നമ്മളെ ഗവൺമെന്റ് അടിച്ചിട്ട് കുറച്ച് റീച്ചൊക്കെയുള്ള വ്യൂസിലേക്ക് കയറി ഇവന്മാരിന്ന് കാണുന്നുണ്ട്. അല്ലാതെ ഇത്രത്തോളം ആൾക്കാരും നമ്മുടെ വീഡിയോ കണ്ട് കയറി ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പൊ നിങ്ങൾ ഈ 1 മിനിറ്റ് ഒക്കെ വമ്പൻ വ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാൻ വന്നിട്ട് ഇതിന്റെ വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ രീതിയിൽ കളിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ 1.5-2 വർഷത്തോളത്തിന്റെ മുകളിലായി 2 വർഷത്തിന്റെ മുകളിലായി. ഫസ്റ്റ് വീഡിയോന് ശേഷം ഗ്യാപ്പ് ഇട്ടു, പിന്നെ വീണ്ടും കളി തുടങ്ങി. സംഭവം ഇപ്പോഴും സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഇൻകം എനിക്ക് കിട്ടുന്നുണ്ട്. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ 1000 ലക്ഷങ്ങളൊന്നല്ല, 2000-3000 അങ്ങനെയൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ മാക്സിമം. ചിലപ്പോ ഒരു മാസം ചിലപ്പോ ഒരു 5 രൂപയ്ക്ക് കിട്ടിയെന്ന് വരും. അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാല് നമ്മൾ സ്മാർട്ടായിട്ട് കളിക്കണം. സ്മാർട്ടായിട്ട് കളിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ റിസ്കിൽ ചെയ്യാം. പിന്നെ ഇത് ലീഗൽ ആപ്പാണെന്ന് വെച്ചാൽ കുറെ പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. ഒരിക്കലും ഇതൊരു ലീഗൽ ആപ്പ് അല്ല. എപ്പോ വേണമെങ്കിലും ബാൻ ചെയ്യാം. ഈ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലൊക്കെ ക്രെഡിറ്റ് ആവുന്നതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ പെടുള്ളൂ. ഇതൊക്കെ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഇത് ഒരുപാട് ആൾക്കാർ പല പല ബെറ്റിംഗ് ആപ്പുകളും യൂട്യൂബേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കണ കാരണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനും അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്ന് വിശ്വസിക്കാം. എന്നാലും ഇതൊക്കെ എപ്പോ വേണം നിർത്തിപ്പോവാം. നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മളൊരു ഹൈ റിസ്കിലാണ് ഈ സാധനങ്ങളൊക്കെ കളിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ വന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ വീട്ടിലും പറയുന്ന പോലെ തന്നെയാണ്, ഈ ആപ്പുകളൊന്നും നമ്മളെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൈസ ഇട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് IMPS കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. IMPS നിങ്ങൾ എടുക്കാൻ, അതായത് ഇതിൽ ഒന്നെങ്കിൽ ഒരു ക്രിപ്റ്റോ ബേസ്ഡ് അല്ലെങ്കിൽ ആസ്ട്രോപേ അല്ലെങ്കിൽ IMPS. നമുക്ക് ഇന്ത്യൻസിന് IMPS തന്നെയാണ് ഏറ്റവും നല്ലത്. IMPS സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ മൊബൈലിൽ ചെയ്യണം അതേ കാര്യം തന്നെയാണ് ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വാലറ്റ് ഒന്നല്ല IMPS. ഒരാൾ വാലറ്റ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമന്റ് വരാറുണ്ട്. IMPS എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഫണ്ട് ട്രാൻസ്ഫർ ആണ്. അതായത് നമ്മുടെ പേര്, നമ്മുടെ ബാങ്കിൽ കൊടുത്തുള്ള പേര്, IFSC കോഡ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇത്തരം കാര്യങ്ങളാണ് അതിൽ ബേസിക് ആയിട്ട് കൊടുക്കേണ്ടത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ഇവരെ കുറെ ലിങ്ക് ആയിട്ടുള്ള പാർട്ട്ണർമാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കും ഫണ്ട് വരിക. ചിലപ്പോൾ പേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. എനിക്ക് ഈ പേ ഔട്ട് ഇൻകം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇതുവരെ ഒരു പ്രാവശ്യം വന്ന അക്കൗണ്ടിൽ നിന്ന് 2ാം തൊട്ട് എനിക്ക് വന്നിട്ടില്ല. ശ്രദ്ധിക്കുക. അപ്പൊ അത്രയും എന്താ പറയാ, ഒരു വമ്പൻ സെറ്റപ്പാണ് ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യത്തില്. നിങ്ങൾക്ക് അറിയാം 1x bet എന്നാണ് ആപ്ലിക്കേഷൻ. 1x bat എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 1 മിനിറ്റും വന്നിട്ട് ഇങ്ങനത്തെ പ്രൊമോഷൻ, അതായത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്രിക്കറ്റോ അല്ലെങ്കിൽ സ്പോർട്സ് ഗെയിമിനെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻ നൽകുന്ന ഒരു 1x bat എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ. കളിക്കുന്നത് എന്താ, പ്രൊമോട്ട് ചെയ്യുന്നത് 1 മിനിറ്റ്. അതായത് നമ്മുടെ കുറെ മദ്യ കമ്പനികൾ വന്നിട്ട് കിങ്ഫിഷറും അങ്ങനത്തെ കുറെ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് എന്താ ഡ്രിങ്കിങ് വാട്ടർ, ഫ്രഷ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. ചിലർ ഏലക്കായുടെ സാധനമൊക്കെ ഇട്ടിട്ട് പാൻപരാഗിനെയൊക്കെ സപ്പോർട്ട് ചെയ്യില്ലേ, അതേപോലത്തെ പരിപാടി തന്നെയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന്റെ വീഡിയോ ആണ്. ഞാൻ ഒരാളോടും വന്നിട്ട് ഈ സാധനത്തിൽ കയറി കളിച്ച് പൈസ കളയാൻ ഒരിക്കലും പറയില്ല.
നിങ്ങൾ ബുദ്ധിപരമായി കളിക്കുക അതൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്നില്ല. എപ്പോഴും പറയാണ് പൈസ നഷ്ടപ്പെടാൻ 99.99% ഉള്ളതാണ്. എപ്പോഴും 0.1 നമ്മളിങ്ങനെ വിധിക്ക് വിടാറുണ്ടല്ലോ, അതുപോലത്തെ ഒരു 0.001% നഷ്ടപ്പെടാതിരിക്കുക. അപ്പോ IMBS എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. പിന്നെ നിങ്ങൾ വന്നിട്ട് ഇതില് മറ്റേ പറന്നു പോകണ എയറോപ്ലെയിന്റെ ഗെയിമൊക്കെ ഉണ്ട്, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രീഫായിട്ട് പറയാം, അങ്ങനത്തെ ഗെയിംസ് പരമാവധി കളിക്കാതിരിക്കുക. കാരണം ഇതൊക്കെ അവരുടെ അൽഗോരിതം അവരുടെ കൺട്രോളിൽ നടക്കണതാണ്. നിങ്ങൾക്ക് എന്താ പറയാ ഇട്ട് തരും. ആദ്യം ഒരു തീറ്ററിന പോലെ നിങ്ങൾ എന്ത് കളിച്ചാലും കിട്ടണ പോലെ സാധനം ഇട്ട് തരും. പിന്നെ അതിന് ഡബിൾ ആയിട്ട് അവർ പിടിച്ച് നിങ്ങളെ കൊണ്ടുപോകും. പിന്നെ ഇതിൽ വന്നിട്ട് കുറെ ലോട്ടറി പോലത്തെ റിസൾട്ട്സ് കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ മെയിൻ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാല് നമ്മുടെ ക്രിക്കറ്റർ ഡേവിഡ് വാർണറിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അമ്മാരി രീതിയിലാണ് ഇവര് പ്രൊമോഷൻസ് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ ഇതിൽ കുറെ പേര് പറയുന്നത് കേട്ടു ഫണ്ട് ക്രെഡിറ്റ് ആവാനുള്ള ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ഇപ്പൊ വന്നിട്ട് എനിക്കും കുറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിഡ്രോ കൊടുത്തോണ്ടിരിക്കുക. ചിലപ്പോൾ ഒരു 4 വട്ടമൊക്കെ റിജക്റ്റ് ആയ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു 4 വട്ടമൊക്കെ വിഡ്രോ എടുത്തിട്ടും അത് ഫെയിൽ ആയിട്ട് വീണ്ടും നമ്മുടെ ബാലൻസിലേക്ക് വരും. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിഡ്രോയിൽ കൊടുത്തോണ്ടിരിക്കുക ഫണ്ട് കയറണം വരെ. അതൊക്കെ തന്നെ ഓപ്ഷൻ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരാളെ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലൊക്കെ പോയിട്ട് ഈ സാധനം കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഇത് കളിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കളിക്കുന്നത് വന്നിട്ട് ലൈവ് ഗെയിംസ് ആണ്. ഇതിന്റെ ഇപ്പൊ ഒരു സീരീസ് പോലെയൊക്കെ ഗെയിംസിന്റെ ഒക്കെ ചെയ്യാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് സംഭവം. ഓൾറെഡി നമ്മൾ ഇതിനെ കുറിച്ച് പറയാതെ ഞാൻ ചെയ്യുന്ന നെഗറ്റീവ് സംഭവമാണ്. ഇത് കളിച്ചിട്ട് ഇനി കുറെ പേര് ആ രീതിയിലും പൈസ പോകണ്ട. ഞാൻ ബേസിക്കലി ലൈവ് ഗെയിംസ് ക്രിക്കറ്റ് ആണ് ഞാൻ കളിക്കാറ്. അടുത്ത ബോളിൽ 6 അടിക്കുമോ അല്ലെങ്കിൽ ഓവറിൽ 5 റണ്ണിന്റെ മുകളിൽ വരുമോ 6 താഴെ വരുമോ, നെക്സ്റ്റ് വിക്കറ്റ് ബൗൾഡ് ആണോ സ്റ്റംപിങ് ആണോ ക്യാച്ച് ആണോ LBW ആണോ, അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് ഉണ്ടായിരിക്കും. അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് 10 രൂപ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 30 രൂപ 40 രൂപയ്ക്ക് കിട്ടണ അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് കളിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ വമ്പൻ കളികളോ പരിപാടികളൊന്നുമില്ല. നമുക്കിത് എപ്പോഴും ഞാൻ ഒരു എന്റർടൈൻമെന്റ് മാത്രമേ കളിക്കുള്ളൂ. അതായത് മെയിൻ ആയിട്ടുള്ള നല്ല കളികളൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ കളിക്കും. പിന്നെ ഇപ്പൊ വന്നിട്ട് 2020 കുറെ ലീഗുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ജനുവരി 2020 ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 18-ാം തീയതി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് 2025. ഇപ്പൊ കുറെ SA T20 സൗത്ത് ആഫ്രിക്ക കളി നടക്കുന്നുണ്ട്. ദുബായിൽ വന്നിട്ട് ഒരു പ്രീമിയർ ലീഗ് നടക്കുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലെ ബിഗ് ബാഷ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കളികളിൽ പിന്നെ വുമൻസ് അണ്ടർ 19 കളിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്രിക്കറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല, ഞാൻ ഫുട്ബോളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാച്ചാല് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അതിന്റെ നോളജ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ബേസിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അല്ലാതെ പമ്പരംകുത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ചിലപ്പോ കിട്ടും, ചിലപ്പോ പോവും. അപ്പോ ഇതാണ് ഈ ആപ്പിന്റെ കാര്യം. ഒരിക്കലും വന്നിട്ട് നിങ്ങളെ സേവിങ്സ് കൊണ്ട് ഇതിലിട്ടിട്ട് പണക്കാരനാണെന്ന് ഒരിക്കലും വിചാരിച്ച് ചാടി പുറപ്പെടരുത്. ഇതെല്ലാം ഒരു മായാജലം മാത്രമാണോ, ആ മായാജലത്തിൽ പെടാതിരിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും 1 മിനിറ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ അവസരം കിട്ടട്ടെ. എന്തായാലും വരാതിരിക്കില്ല, കാരണം പുതിയ കമന്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.